എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ സംഘടിപ്പിക്കുന്ന ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 8-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് 35-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് എടുക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. അവതു പഹനവു പഹവീരം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാ തരവോഗ്നേദുസ്തം സർവഭൂതഹൃദയം. സമാധമേരെ എല്ലാ പഠിതാക്കൾക്കും നീതമായ പ്ലാം. ചതുർത്ഥസ്കന്ധം 8-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. നാരദന്റെ വാക്കുകൾക്ക് ധ്രുവൻ പറയുന്ന മറുപടിയാണ് ഇനിയും നമുക്ക് ചിന്തിക്കാനുള്ളത്. ധ്രുവ ഉവാച കോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിത കൃപയാ പുംസാം ദുർദർശോസ്മദ്വിധൈസ്തുയാം. സഹ അയം ശമഃ. ഈ ശമം, ഈ ശാന്തി ഭഗവതാ ഭഗവാനാൽ സുഖദുഃഖഹതാത്മനാം സുഖദുഃഖങ്ങൾ കൊണ്ട് ഹനിക്കപ്പെട്ട മനസ്സോടു കൂടിയവർക്ക്, സുഖ ദുഃഖ ഹതാത്മനാം, സുഖം കൊണ്ടും മനസ്സിന് സ്വസ്ഥത കിട്ടില്ല, ദുഃഖം കൊണ്ടും കിട്ടില്ല. സുഖം കൊണ്ട് കിട്ടാത്തത് ഈ സുഖം തീർന്നു പോകുമല്ലോ എന്ന് പേടിച്ചിട്ട. ഇപ്പൊ സുഖമാണ്, കൊള്ളാം, പക്ഷെ ഇതങ്ങ് പോയെങ്കിലോ, സുഖം വരുമ്പം അതിലാദ്യമാണ് ഇത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന്. അതുകൊണ്ട് സുഖവും വേണ്ടവണ്ണം അനുഭവിക്കാൻ പറ്റത്തില്ല, ദുഃഖവും അങ്ങനെ തന്നെ. അതുകൊണ്ട് സുഖദുഃഖഹതാത്മകളായവർക്ക് കൃപയാദർശിത, കാരുണ്യത്തോടുകൂടി കാണിച്ചു കൊടുത്തിരിക്കുകയാണ്, ഉപദേശിക്കപ്പെട്ടതാണ്, കാരുണ്യത്തോടുകൂടി ഉപദേശിക്കപ്പെട്ടതാണ് ഈ ശമം എന്നുള്ളത്. ആർക്ക്? പുംസാം, മനുഷ്യർക്ക്. കാരുണ്യത്തോടു കൂടിയാണ് അങ്ങ് ഈ ശാന്തി മാർഗം ഉപദേശിച്ചത്. സുഖമായാലും ദുഃഖമായാലും രണ്ടനുഭവിക്കുന്നവർക്കും ശാന്തി കിട്ടിയേ മതിയാവും. അതിനുള്ള വഴി ഉപദേശിച്ചു തരികയും ചെയ്തു. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ദുർദർശോ അസ്മദ്വിധൈസ്തു യഃ. ഈ ശമം, ഈ ശാന്തി ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ദുർദർശമാണ്, കാണാൻ അസാധ്യമാണ്. ഞങ്ങളെപ്പോലെയുള്ളവർ, ഞങ്ങൾ എന്നുള്ളത് ഞാൻ ക്ഷത്രിയ രാജാവിൻ്റെ പുത്രനാണ്, എന്നിലുള്ളത് ക്ഷാത്രഭാവമാണ്. അങ്ങനെയുള്ള ഞങ്ങളെപ്പോലെയുള്ളവർക്ക്, ഞാൻ മാത്രമല്ല ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഞാൻ പിതാവാണ്, ഞാൻ മാതാവാണ്, ഞാൻ പുത്രനാണ്, ഞാൻ ജോലിക്കാരനാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു മതം അടക്കി ഭരിക്കുന്നവരാണ് നമ്മളെല്ലാം. അങ്ങനെയുള്ളവർ സുഖദുഃഖങ്ങൾ കൊണ്ട് ഹതാത്മാക്കളാണ്. അവർക്ക് ശാന്തിക്ക് ഒരു വഴിയും കാണില്ല. അങ്ങയെപ്പോലെയുള്ളവരുടെ ഈ ശമം ഉപദേശമാണ് ഞങ്ങൾക്കതിന് ഏകമായ വഴി. എന്തായാലും ഇപ്പം അസാധ്യമായ ഞങ്ങൾക്ക് സാധ്യമായ ശമം അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടുവല്ലോ, അതൊരു ഭാഗ്യം തന്നെ. പോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിത കൃപയാ പുംസം ദുർദർശോസ്മദ്വിധൈസ്തുയാം. അസ്മദ്വിധൈഃ തു യഃ അശക്യഃ
സുഖദുഃഖഹതാത്മനാം പുംസാം ദുർദർശഃ അയം ശമഃ ഭഗവതാ കൃപയാ ദർശിതഃ. സോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിതകൃപയാ പുംസം ദുർദർശോസ്മദ്വിധേസ്തുയാം. സോയം ശമോ ഭഗവതാ സുഖദുഃഖഹതാത്മനാം ദർശിതകൃപയാ പുംസം ദുർദർശോസ്മദ്വിധേസ്തുയാം. അഥാപി മേ അവിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷ പുരിച്യ ദുർവചോ ബാണേ ന ഭിന്നേ ശ്രയതേ ഹൃദി. അഥാപി എന്നാലും, ഇതൊക്കെ സത്യമാണ്, എന്നാലും മേ എനിക്ക് അവിനീതസ്യമേ വിനയമില്ലാത്തവനായ എനിക്ക് ക്ഷാത്രം ഘോരം ഉപേയുഷ ഘോരമായ ക്ഷാത്ര തേജസ് പ്രാപിച്ചിരിക്കുന്ന എനിക്ക്, ഘോരം ക്ഷാത്രം ഉപേയുഷ ഘോരമായ കഠിനമായ ക്ഷാത്ര തേജസ് ഉപേയുഷ പ്രാപിച്ചിരിക്കുന്ന എനിക്ക് മേ ഞാൻ എല്ലാവരെയും ഭരിക്കുന്നു എന്നുള്ള ചിന്ത വന്നാൽ അവിനീതനാകും. രാജാക്കന്മാർക്ക് അങ്ങനെയാണല്ലോ, ഞങ്ങളാണ് ഭരിക്കുന്നത്. ക്ഷാത്രഭാവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണവും ദോഷവും അത് തന്നെയാണ്. അങ്ങനെയുള്ള എനിക്ക് സുരുചിയാൽ പറയപ്പെട്ട ദുർവചോ ബാണൈ ദുഷ്ടവാക്കുകളാകുന്ന അമ്പുകൾ കൊണ്ട് ഭിന്നേ പിളർന്നിരിക്കുന്ന ഹൃദയത്തിൽ നശ്രയത ഇതൊന്നും നിലനിൽക്കില്ല, ശോഭിക്കില്ല. അങ്ങ് പറഞ്ഞ ഈ ശാന്തിയുടെ ഉപദേശം ഉണ്ടല്ലോ, ശമം വേണം, ഇതൊക്കെ ശരിയാണ്. മനുഷ്യർക്ക് നിങ്ങളെപ്പോലുള്ളവർക്ക് ഉപദേശിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഉപദേശം ഇതാണ്, സമ്മതിച്ചു. പക്ഷേ എനിക്ക് ആരാണ്, ഞാനിപ്പം ക്ഷാത്രരജസ് ഉൾക്കൊള്ളുന്നതല്ല. അങ്ങനെയുള്ള എനിക്ക് ആ അമ്മയിൽ നിന്ന് പുറപ്പെട്ട അമ്പ് പോലെ തളച്ചു കയറുന്ന വാക്കുകൾ ഇപ്പോഴും ഞാൻ സഹിക്കില്ല, മറക്കില്ല. അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ശമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അതിന് മാറിയെങ്കിലല്ലേ പറ്റുള്ളൂ. 5 വയസ്സുള്ളൊരു കുട്ടിയാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. ക്ഷാത്ര തേജസ്സിന്റെ ശക്തി എന്നിൽ രൂഢമൂലമാണ്. അതോടൊപ്പം ഇങ്ങനെയുള്ള ദുഷ്ടമായ വാക്കിന്റെ ബാണങ്ങൾ, ഇത് 5 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള എല്ലാവർക്കും സഹിക്കേണ്ടി വരുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള ബന്ധുക്കൾ, മാതാപിതാക്കൾ, ശത്രുക്കൾ, മിത്രങ്ങൾ എല്ലാം ഇങ്ങനെ അമ്പുപോലെയുള്ള വാക്കുകൾ നമ്മുടെ മേൽ ക്രൂരമായി പതിപ്പിക്കും. അത് സഹിക്കാം, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അത് പ്രായമാകും തോറും സഹിക്കാനുള്ള ബലം കുറയും, ഇന്ദ്രിയങ്ങളുടെ ശേഷി കുറയും. അപ്പൊ ദുസ്സഹമാണ് ഈ വാക്കുകൾ. എന്ന് തന്നെയല്ല, ഞാൻ ആരാണെന്ന് ഓരോ നിമിഷവും ഓർക്കും. ഞാൻ ഇന്നത്തെ ഇന്നാരാണ്, ഇന്ന ജോലിക്കാരനായിരുന്നു, ഇന്നതാണ് ഞാൻ എന്നിങ്ങനെ അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ശാന്തിയുടെ ഉപദേശമാർഗം എങ്ങനെ സ്വീകരിക്കാം? നമ്മൾക്ക് വേണ്ടി ധ്രുവൻ നാരദനോട് പറഞ്ഞാണ്, ഇതെങ്ങനെ പറ്റും? അസാധ്യമാണ്, ദുസ്സാധ്യമാണിത് എന്ന് പറയാം. അഥാപി മേ വിനീതക്ഷാത്രം ഘോരമുപേയുഷാം സുരിച്ഛാ ദുർവചോപാണേ നഭിന്നേ ശ്രയതേ ഹൃദി. അഥാപി ഘോരം ക്ഷാത്രമുപേയുഷ അവിനീതസ്യ മേ സുരുച്യാഃ ദുർവചോപാണൈഃ ഭിന്നേ ഹൃദി ന ശ്രയതേ. അഥാപി മേ വിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷ സുരിച്ഛാ ദുർവചോപാണേ ന ഭിന്നേ ശ്രയതേ ഹൃദി. അഥാപി മേ വിനീതസ്യ ക്ഷാത്രം ഘോരമുപേയുഷാം സുരിച്ഛാ ദുർവചോപാണേ ന ഭിന്നേ ശ്രയതേ ഹൃദി. പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധു വർത്തത്തെ രൂഹ്യസ്മത് പിതൃഭിർബ്രഹ്മൻ അന്യൈരപ്യനധിഷ്ഠിതം. പദം ത്രിഭുവനോത്കൃഷ്ടം, 3 ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമായ പദത്തെ, സ്ഥാനത്തെ ജിഗീഷോഹോ ജയിക്കാൻ ആഗ്രഹിക്കുന്ന മേ എനിക്ക്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവിൻ്റെ പിതാവ്,
ഇവരൊക്കെ മനു മുതലായവരൊക്കെ 3 ലോകങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ സ്ഥാനത്തെ ജയിക്കണം എന്ന് ആഗ്രഹിക്കുക. അവർക്ക് പോലും പറ്റാത്തത് വേണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ത്രിഭുവനോത്കൃഷ്ടം പദം ജിഗീഷോഹോ. അങ്ങനെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് സാധു വർത്തമ, നല്ല വഴി, സാധുവായ വർത്തമ വഴി ബ്രൂഹി പറഞ്ഞു തരും. സാധു വർത്തമ മേ ബ്രൂഹി. ബ്രൂഹിന്റെ പറയൂ എന്നർത്ഥം. അസ്മത് പിതൃഭിഹി, ഞങ്ങളുടെ പിതാക്കളാൽ, ഹേ ബ്രഹ്മൻ സംബോധനയാണ്, ബ്രഹ്മജ്ഞ, അന്യേഹി അപി അനധിഷ്ഠിതം, മറ്റൊരാളാൽ പോലും കയറിയിരിക്കാനാവാത്ത, അധിഷ്ഠിതമാവാത്ത, അനധിഷ്ഠിതമായ പദം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. എനിക്ക് അതിനുള്ള വഴി ഉപദേശിച്ചു തന്നാൽ. ഇതാണ് എനിക്കിപ്പോൾ വേണ്ടത്. എൻ്റെ പിതൃപിതാമഹന്മാരായ മനു മുതലായവർ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റാരെങ്കിലുമോ ഒരിക്കലും അനുഭവിക്കാത്ത, അവർക്ക് താമസിക്കാനാവാത്ത 3 ലോകങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ സ്ഥാനം എനിക്ക് ജയിക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ള എനിക്ക് അവിടേക്ക് എത്താൻ ഏറ്റവും ക്ഷേമകരമായ ഒരു വഴി സർവജ്ഞനായ അങ്ങ് ഉപദേശിച്ചു തരണം. എങ്ങനെ പോയാൽ അവിടെ എത്താം? ഇതിനു മുമ്പ് ആരും എത്താത്ത സ്ഥാനത്തിലെത്തണം. ഏതാ സ്ഥാനം എന്ന് എനിക്കും നിശ്ചയമില്ല. പിതാവ് പോയതിൻ്റെ അപ്പുറത്ത്, പിതാമഹന്മാർ പോയതിൻ്റെ അപ്പുറത്ത്, അങ്ങനെ ആരും എത്താത്ത ഒരു വലിയ മഹത്തായ സ്ഥാനത്തിലേക്ക് എനിക്ക് എത്തിച്ചേരണം. എൻ്റെ ആഗ്രഹം അതാണ്. അതിനുള്ള മാർഗം വർത്തുമ ബ്രൂഹി, വഴി പറഞ്ഞു തരൂ. പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധു വർത്തമതേ ബ്രൂഹ്യസ്മത് പിതൃഭിർബ്രഹ്മൻ അന്യേരപ്യനധിഷ്ഠിതം. ഹേ ബ്രഹ്മൻ, അസ്മത് പിതൃഭിഹി അന്യേഹി അപി അനധിഷ്ഠിതം ത്രിഭുവനോത്കൃഷ്ടം പദം ജിഗീഷോഹോ മേ സാധു വർത്തമ ബ്രൂഹി. പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധു വർത്തമ മേ ബ്രൂഹി അസ്മത് പിതൃഭിർബ്രഹ്മൻ അന്യേരപ്യനധിഷ്ഠിതം. ബ്രഹ്മൻ, അന്യേഹി, അപി, അനധിഷ്ഠിതം, അത്രയും പദങ്ങളാണ്. ബ്രഹ്മൻ അവിടെ വേണം പദം പിരിക്കാം, ആ വരി അവിടെ തീരും. അന്യേരപ്യനധിഷ്ഠിതം എന്ന് വീണ്ടും എടുത്താൽ മതി. പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷോ സാധു വർത്തമ മേ ബ്രൂഹി അസ്മത് പിതൃഭിർബ്രഹ്മൻ അന്യേരപ്യനധിഷ്ഠിതം. നൂനം ഭവാൻ ഭഗവതോ യോങ്കജ പരമേഷ്ഠിന വിനുദൻ നടതേ വീണാം ഹിതാർത്ഥം ജഗദോർക്കവത്. ഇത് അങ്ങേക്ക് സാധിക്കൂ എന്ന് പറയാൻ കാരണം, നൂനം നിശ്ചയമായിട്ട്, ഭവാൻ അങ്ങ്, ഭഗവതോ ഭഗവാനായ, പരമേഷ്ഠിന പരമേഷ്ഠിയുടെ ബ്രഹ്മാവിൻ്റെ, അങ്കജഹ യഹ അംഗത്തിൽ നിന്ന് ജനിച്ചവനാണ് ഭവാൻ. ബ്രഹ്മദേവന്റെ ശരീരത്തിൽ നിന്നും നേരിട്ട് ജനിച്ചവനാണ് അങ്ങ്. പരമേഷ്ഠിന ഭഗവതോ അങ്കജഹ, പരമേഷ്ഠിയായ ഭഗവാന്റെ, ബ്രഹ്മദേവന്റെ അംഗത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ജനിച്ചവനാണ് അങ്ങ്, തീർച്ചയാണ്. അതുകൊണ്ട് വിനുദൻ അടതേ, ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, വിനുദൻ നാദമുണ്ടാക്കിക്കൊണ്ട്, അടതേ സഞ്ചരിക്കും. വിനുദൻ അടതേ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നു. എന്തിനെ? വീണാം, വീണയെ. വീണാം വിനുദൻ അടതേ, വീണ ശബ്ദിച്ചുകൊണ്ട്, വീണ മീട്ടിക്കൊണ്ട്
അങ്ങ് സഞ്ചരിക്കുന്നു. എന്തിനാണിത്? ഹിതാർത്ഥം ജഗതോ, ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. അർക്കവത്, സൂര്യനെ പോലെ. സൂര്യൻ ഈ പ്രകാശരശ്മികളൊക്കെ നാനാദേശങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടിയാണ്, സൂര്യന് വേണ്ടിയല്ല. സൂര്യന് ഈ പ്രകാശമൊന്നും വേണമെന്നില്ല. ജഗത്തിനെ മുഴുവൻ വെളിച്ചം കാണിച്ച് നയിക്കാൻ പറ്റിയവനാണ് സൂര്യൻ. ഇതുപോലെയാണ് അങ്ങ്. അങ്ങേക്ക് വീണ വായിച്ചിട്ടോ ആസ്വദിച്ചിട്ടോ 14 ലോകവും മാറി സഞ്ചരിച്ചിട്ടോ ഒന്നും നേടാനില്ല. പക്ഷെ അങ്ങിങ്ങനെ സഞ്ചരിക്കുന്നത് ജഗതോഹിതാർത്ഥം, ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടിയാണ്, ലോകഹിതത്തിന് വേണ്ടിയാണ്. മഹാജ്ഞാനികളായ അങ്ങയെപ്പോലെയുള്ളവർ സഞ്ചരിക്കുന്നത് ലോകത്തെ നന്നാക്കിയെടുത്ത് വെളിച്ചം പകർന്ന് അന്ധകാരവും തമസും മാറ്റി സൂര്യനെ പോലെ പ്രകാശമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നവരാണ്. അതിനാണ് ഹിതോപദേശം. അപ്പം അങ്ങയെപ്പോലെയുള്ളവരുടെ ഉപദേശം കൊണ്ട് എനിക്ക് നല്ല വഴി കിട്ടും എന്നുറപ്പാണ്. കൊണ്ട് എനിക്ക് പറഞ്ഞു തരൂ, എൻ്റെ വഴി എന്താണ്, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? സുരുചി പറഞ്ഞതുപോലെ ഇപ്പം മരിച്ച് വീണ്ടും ഒന്ന് ജനിച്ച് അമ്മയുടെ ഗർഭത്തിൽ വീണ്ടും വരണോ? അതോ സുനീതി അമ്മ പറഞ്ഞതുപോലെ ഈശ്വരനെ തപസ് ചെയ്ത് ഈ സ്ഥാനം നേടിയെടുക്കണോ? ആശങ്കയിലാണ്. ഹിതം അങ്ങ് ഉപദേശിക്കണം, ഇഷ്ടമല്ല ഹിതം, രണ്ടും രണ്ടാണ്. ഹിതമായ വഴി എന്താണോ അതെനിക്ക് ഉപദേശിച്ചു തരൂ, അങ്ങേക്ക് പറ്റും. അങ്ങ് വീണയും കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു പോകുന്ന ഹിതോപദേശത്തിനാണ്. സൂര്യനെ പോലെയാണ്. നൂനം ഭവാൻ ഭഗവതോ യോങ്കജ പരമേഷ്ഠിനാം വിനുദൻ നടതേ വീണാം ഹിതാർത്ഥം ജഗതോർക്കവത്. ഭഗവതഃ പരമേഷ്ഠിനഃ അങ്കജഃ യഃ ഭവാൻ ജഗതഃ ഹിതാർത്ഥം വീണാം വിനുദൻ അർക്കവത് അടതേ നൂനം. നൂനം ഭവാൻ ഭഗവതോ യോങ്കജ പരമേഷ്ഠിനാം വിനുദൻ നടതേ വീണാം ഹിതാർത്ഥം ജഗതോർക്കവൻ. നൂനം ഭവാൻ ഭഗവതോ യോങ്കജ പരമേഷ്ഠിനാം വിനുദൻ നടതേ വീണാം ഹിതാർത്ഥം ജഗതോർക്കവത്. വളരെ ചുരുക്കമായിട്ട് ധ്രുവൻ പറഞ്ഞ് തൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തി ഉപസംഹരിച്ചു. ഇനി എന്താ സംഭവിച്ചതെന്ന് മൈത്രേയൻ 2 ശ്ലോകത്തിൽ പറഞ്ഞിട്ട് നാരദന്റെ മറുപടിയാണ്. മൈത്രേയ ഉവാചാം ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാം പ്രീതപ്രത്യാഹതം ബാലം തദ്വാക്യമനുകമ്പയാം. ഇതി ഉദാഹൃതം ആകർണ്യ, ഇങ്ങനെ ഉദാഹരിച്ച വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ നാരദ തഥ, അപ്പോൾ നാരദ ഭഗവാൻ പ്രീത സന്തുഷ്ടനായി. നാരദനെ കുറിച്ച് ഇഷ്ടം പോലെ പാടി പുകഴ്ത്തിയില്ലേ? സൂര്യനെ പോലെ ലോകഹിതത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവനല്ലേ അങ്ങന്ന്. പ്രീതനായി. ഇതാരാ പറയുന്നേ? ഒരു കൊച്ചുകുട്ടിയാണ്. എത്രയോ ഋഷിമാർ ഈ ലോകത്തുണ്ട്, ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രീത പ്രത്യാഹ മറുപടി പറഞ്ഞു. തം ബാലം, ആ ബാലനോട് പദ്വാക്യം, നല്ല വാക്യത്തെ അനുകമ്പയ, അനുകമ്പ കൊണ്ട്, കാരുണ്യം കൊണ്ട് നല്ല വാക്കുകൾ സന്തുഷ്ടനായി ആ ബാലനോട് നാരദ മഹർഷി പറഞ്ഞു. ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാം പ്രീത പ്രത്യാഹതം ബാലം സദ്വാക്യമനുകമ്പയാം. ഇതി ഉദാഹൃതം ഭഗവാൻ നാരദ ആകർണ്യ പ്രീതഃ സദ്വാക്യം തം ബാലം പ്രത്യാഹ. ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാം പ്രീത പ്രത്യാഹതം ബാലം സദ്വാക്യമനുകമ്പയാം. ഇത്യുദാഹൃതമാകർണ്യ ഭഗവാൻ നാരദസ്തദാം പ്രീത പ്രത്യാഹതം ബാലം സദ്വാക്യമനുകമ്പയാം. നാരദ ഉവാച. ഇനി നാരദന്റെ മറുപടിയാണ്. ജനന്യാഭിഹിത പന്ഥാം സ്വവൈ നിശ്രേയസസ്യതേ ഭഗവാൻ വാസുദേവസ്തം ഭജ
പ്രവണാത്മനാം. ജനന്യ അഭിഹിത പന്ഥ. ഞാൻ വഴി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കിനും പറയാനുള്ളത് അമ്മ പറഞ്ഞ വഴിയോട് പൊക്കോളൂ മാത്രമേ ഉള്ളൂ. ജനന്യ അഭിഹിത പന്ഥ, അമ്മയാൽ പറയപ്പെട്ട വഴികൾ. വൈ, അത് തീർച്ചയായിട്ടും നിശ്രേയസ്യതേ, അങ്ങയ്ക്ക് നിശ്രേയസ്സിനായിക്കൊണ്ട്, അങ്ങയുടെ ശ്രേയസ്സിനായിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ മറ്റാരും ചെന്നെത്താത്ത ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ. ആ സ്ഥാനത്തിലേക്ക് ചെന്നെത്താൻ അമ്മ പറഞ്ഞ വഴിയാണ് ഏറ്റവും നല്ലത്. ഭവൈ നിശ്രേയസ്യതേ, ഭഗവാൻ വാസുദേവ, വാസുദേവനായ ഭഗവാൻ, തം ഭജ, അവനെ തന്നെ ഭജിക്കൂ, തത് പ്രവണാത്മന, അവനിൽ ഏകാഗ്രമായ മനസ്സോടെ. പ്രവണാത്മന, പ്രവണമായ ഏകാഗ്രമായ ആത്മാവോടെ അവനെ തന്നെ ഭജിച്ചു. ഞാൻ പ്രത്യേകിച്ചൊരു വഴി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെ പൊക്കോളൂ എന്ന് ഇനി ഞാൻ പറയാം. രണ്ടമ്മമാർ രണ്ട് വഴി പറഞ്ഞു. ഏതമ്മയുടെ വഴി സ്വീകരിക്കണം എന്നാണെങ്കിൽ ഭഗവാനെ ഭജിക്കൂ എന്ന് ഒരമ്മ പറഞ്ഞു തന്നില്ലേ, ആ വഴി സ്വീകരിച്ച് അതിലെ പൊക്കോളൂ. അതാണ് നല്ല വഴി, അതാണ് ശ്രേയസ്. ജനന്യ അഭേദ പന്ഥാഭവൈ നിശ്രേയസ്യതേ, ഭഗവാൻ വാസുദേവസ്തം ഭജത പ്രവണത്മന. ജനന്യ അഭിഹിത പന്ഥ, ഭഗവാൻ വാസുദേവ വൈ തേ നിശ്രേയസ്യ തത് പ്രവണത്മന തം ഭജ. ജനന്യ അഭിഹിത പന്ഥാഭവൈ നിശ്രേയസ്യതേ, ഭഗവാൻ വാസുദേവസ്തം ഭജത പ്രവണത്മന. ജനന്യ അഭിഹിത പന്ഥാഭവൈ നിശ്രേയസ്യതേ, ഭഗവാൻ വാസുദേവസ്തം ഭജത പ്രവണാത്മന. ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേത് ശ്രേയ ആത്മനാം, ഏകം ഹ്യേവ ഹരേസ്തത്ര കാരണം പാദസേവനം. ധർമാർത്ഥ കാമമോക്ഷാഖ്യം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളെ യഹ ഇച്ഛേത്, ആരാണോ ആഗ്രഹിക്കുന്നത്, ആത്മനശ്രേയ, തനിക്ക് ശ്രേയോമാർഗത്തെ, തനിക്ക് ഉത്കൃഷ്ടമായ ഭഗവത് പദമെന്ന വഴിയിലേക്കെത്താൻ ധർമാർത്ഥകാമമോക്ഷങ്ങൾ എന്നിവയിലുള്ള ശ്രേയസ് ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് ഏകം ഹി ഏവ ഹരേസ്തത്രാം, അങ്ങനെയുള്ള ഹരിയെ പ്രാപിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ഉറപ്പാണ്. ഏകം ഹി ഏവ, ഒന്ന് മാത്രമേ ഉള്ളൂ. ഹരേഹേ തത്ര കാരണം പാദസേവനം. ഹരിയുടെ പ്രസാദം ലഭിക്കാൻ ഭഗവത് പാദങ്ങളെ സേവിക്കുക മാത്രമേ ഉള്ളൂ വഴി, മറ്റൊന്നുകൊണ്ടും ഇത് ലഭിക്കില്ല. അമ്മ പറഞ്ഞ ശ്രേയോമാർഗത്തിലേക്ക് പോകണമെങ്കിൽ വാസുദേവനായ ഭഗവാനെ ഭജിക്കണം, ഭഗവത് പാദങ്ങളെ ആശ്രയിക്കണം. അപ്പോൾ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഇപ്പോഴത്തെ നിന്റെ ആഗ്രഹം ധർമ്മം ആവണം എന്നില്ല, കാമം ആവണം എന്നില്ല, മോക്ഷവും ആവണം എന്നില്ല. പിന്നെന്താണ്? അർത്ഥം, ഉദ്ദിഷ്ടമായ കാര്യം സാധിക്കണം. അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ ആഗ്രഹം. അല്ലാതെ മഹർഷിമാരെ പോലെ എല്ലാം വെടിഞ്ഞ് പിടിയാനായില്ലല്ലോ. മോക്ഷം കിട്ടണം എന്ന് ആഗ്രഹിച്ചതല്ലല്ലോ. ഭഗവാനെ കാണുന്നത് അച്ഛനെ മഴയിൽ കയറിയിരിക്കാനുള്ള ആഗ്രഹം സാധിക്കാനാ, അത്രയല്ലേ ഉള്ളൂ. അതിനിതൊക്കെ മതി. ആ ആഗ്രഹവും ഈ നാലെണ്ണത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. ധൈര്യമായിട്ട് പോകുമ്പോഴും
ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേത് ശ്രേയ ആത്മനാ ഏകം ഹേവ ഹരേഃ തത്ര കാരണം പാദസേവനം. യഃ ആത്മനഃ ധർമാർത്ഥകാമമോക്ഷാഖ്യം ശ്രേയഃ ഇച്ഛേത് തത്ര കാരണം ഹരേ പാദസേവനം ഏകം ഏവ ഹി ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേത് ശ്രേയ ആത്മനാം ഏകം ഹേവ ഹരേഃ തത്ര കാരണം പാദസേവനം. ധർമാർത്ഥകാമമോക്ഷാഖ്യം യ ഇച്ഛേത് ശ്രേയ ആത്മനാം ഏകം ഹേവ ഹരേഃ തത്ര കാരണം പാദസേവനം. തത്താദഗച്ഛ ഭദ്രം തേ യമുനായാഃ സ്ഥലം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. നീ അമ്മ അങ്ങോട്ട് അതിന് ഭഗവാനെ ഭജിക്കാനേ പറഞ്ഞുള്ളൂ. എങ്ങനെയാ വേണ്ടേ, എങ്ങനെ അറിയാം? എവിടെ ചെന്നാൽ കാണും ഭഗവാനെ, എങ്ങനെ ഭജിക്കണം, ഇതൊക്കെ അങ്ങേപ്പുറമുള്ള ഉപദേശങ്ങളെ അറിയാൻ പറ്റുള്ളൂ. അതെനിക്ക് മനസ്സിലായി. നീ പറഞ്ഞില്ലെങ്കിലും വഴി കാണിച്ചു തരണം പറഞ്ഞ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നീ പോകേണ്ട വഴി ഇപ്പം മുതൽ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള വഴി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. തത് താത ഗച്ഛ, അതുകൊണ്ട് കുഞ്ഞെ പോകൂ. താത എന്നുള്ള കുഞ്ഞ് എന്നുള്ള സംബോധനയാണ്, പിതാവ് എന്നുള്ള അർത്ഥമല്ല. തത് താത തത്താത ഗച്ഛ, പോകൂ. തേ ഭദ്രം, നിനക്ക് മംഗളമുണ്ടാകും. എങ്ങോട്ടാ പോകേണ്ടത്? യമുനായാഹ തടം ശുചി, ശുദ്ധമായ യമുനയുടെ തീരത്തേക്കാണ് പോകേണ്ടത്. ഓ, ഇപ്പൊ വഴി കിട്ടി. എങ്ങോട്ടാ പോകേണ്ടത് എങ്ങനെ അറിയാം? ഈശ്വരനെ കാണാൻ തപസ് ചെയ്ത് കാണണം എന്നൊക്കെ പറഞ്ഞു. എങ്ങോട്ടാ പോകേണ്ടത്? യമുനായാഹ ശുചിത്തടം, യമുനയുടെ പരിശുദ്ധമായ ഒരു തീരമുണ്ട്, ഒരു തടമുണ്ട്. അത് പുണ്യം മധുവനം, പുണ്യമായ മധുവനം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. എത്ര, യാതൊരിടത്താണ് ഹരേഹി സാന്നിധ്യം നിത്യത, അവിടെ ഹരിയുടെ സാന്നിധ്യം എന്നുമുണ്ട്. നിത്യത എന്നുമുണ്ട്. അപ്പം ഹരിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് വേണം ചെന്ന് തപസ് ചെയ്യാൻ. ഞാൻ ചെല്ലുമ്പോൾ ഹരിയുടെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിലോ? അതുകൊണ്ട് യമുനാതീരത്തുള്ള മധുവനത്തിലേക്ക് പൊക്കോളൂ. അവിടെ നിരന്തരമായ ഭഗവത് സാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്ന് തപസ് ചെയ്ത് ഭഗവാനെ കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് വഴി ഇപ്പൊ ഇതാ ഉപദേശിച്ചു കൊടുത്തു നാരദ. തത്താദഗച്ഛ ഭദ്രം ദേ യമുനായാഃ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. തത് താത തേ ഭദ്രം യമുനായാഃ ശുചിതടം ഗച്ഛ എത്ര പുണ്യം മധുവനം തത്ര ഹരേ സാന്നിധ്യം നിത്യദാ. തത്താദഗച്ഛ ഭദ്രം ദേ യമുനായാഃ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. തത്താദഗച്ഛ ഭദ്രം ദേ യമുനായാഃ തടം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാ ഹരേ. സ്നാത്വാനുഭവനം തസ്മിൻ കാളിന്ത്യ ഫലിലേ ശിവേ കൃത്വോചിതാനി നിവസന് ആത്മന കൽപ്പിതാസനാം. ഇനി മധുവനത്തിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സ്നാത്വാ, യമുനയിൽ ഇറങ്ങി കുളിക്കണം. എന്നിട്ടോ അനുഭവനം, 3 കാലങ്ങളിലും 3 സന്ധ്യകൾ തോറും. ഭവനം എന്ന് വെച്ചാൽ സന്ധ്യാവന്ദനം ചെയ്യുന്ന ആ പ്രക്രിയയുടെ പേരാണ്. അനു എന്നുള്ളത് ആവർത്തിച്ച് ചെയ്യണം. രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകിട്ടൊന്ന്. അനുഭവനം 3 സന്ധ്യകളിലും തസ്മിൻ കാളിന്ത്യാഹ ഫല്ലേശ്വരി, ആ കാളിന്തിയുടെ മംഗളകരമായ വെള്ളത്തിൽ, തസ്മിൻ അവിടെ, കാളിന്ത്യാഹ കാളിന്തിയുടെ, ഫലിലെ വെള്ളത്തിൽ, ശിവേ മംഗളകരമായ വെള്ളത്തിൽ. അവിടെ കാളിന്തിയുടെ പരിശുദ്ധമായ മംഗളദ്യോതകമായ വെള്ളത്തിൽ 3 നേരവും കുളിച്ചു സന്ധ്യാവന്ദനം ചെയ്യണം. ഇതാണ് ഈ കുട്ടി ആദ്യം ചെയ്യേണ്ടത്. നോക്കൂ, ഇത്ര നല്ല ഉപദേശമാണ്. ഒരു കുട്ടികൾക്ക് ഇതൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ.
രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കുളിക്കുക, നാമം ചൊല്ലുക, തൽക്കാലം അതൊക്കെ മതി എന്ന് അത്ര നിസ്സാരമായിട്ട് ആ കുട്ടിക്ക് ചേരുന്ന മറ്റുള്ള ഒരു തപശ്ചര്യയാണ് നാരദൻ ഉപദേശിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഗുരുവിൻ്റെ മഹത്വം അതാണ്. ശിഷ്യൻ്റെ യോഗ്യത അനുസരിച്ച് മാത്രമേ ഉപദേശിച്ചു കൊടുക്കാവൂ. തനിക്കറിയാവുന്ന എല്ലാം ഉപദേശിച്ചു കൊടുക്കരുത്. ശിഷ്യന്റെ മനസ്സ്, പ്രായം, അവൻ്റെ പരിസ്ഥിതി, സാഹചര്യം ഇതൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഉപദേശിക്കാവൂ. സ്നാത്വാനുസവനം തസ്മിൻ കാളിന്ത്യ ഫലിലേ ശിവേ കൃത്തോചിതാനി നിവസൻ ആത്മന കൽപ്പിതാഫന. കൃത്വാ ചെയ്തിട്ട്, ഉചിതാനി ഉചിതങ്ങളായ, നിവസന്നെ വസിച്ചുകൊണ്ട്, ആത്മന തനിക്ക് തന്നെ, കൽപ്പിതാഫന തനിക്ക് തന്നെ കൽപ്പിക്കപ്പെട്ട, ആത്മനക്കൽപ്പിതാഫന തൻ്റെ കൽപ്പിനനുസരിച്ചുള്ള ആസനം സ്വീകരിച്ചാൽ മതി. എത്രയോ ആസനമുറകളുണ്ട്, ഇതെല്ലാം കൂടി ഓരോന്ന് മാറി മാറി ചെയ്തോളൂ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടിക്ക് ചേരുന്ന ഒരാസനം യുക്തമായി സ്വീകരിച്ചു, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ആസനം സ്വീകരിക്കേണ്ടത് അവരവരുടെ പ്രായം, ശരീരം, ബലം, മനസ്സ് ഇതൊക്കെ നോക്കിയാണ്. ഒരു കാലത്തൊക്കെ നിലത്ത് ചമ്രം പടഞ്ഞിരുന്ന് മണിക്കൂറുകളോളം നാമം ചൊല്ലാൻ, വായിക്കാൻ ആകുമായിരുന്നു. ഇപ്പം അത് പറ്റില്ല. പിന്നെന്താണ്? കസേരയിലിരുന്ന് സുഖമായി വായിക്കാം. അല്ലെങ്കിൽ കാലുവേദന, നടുവേദന ഇത് മാത്രമേ വിചാരിക്കുള്ളൂ, ഭാഗവതവും നാമവും ഒക്കെ വിട്ടുപോകും. അതിനേക്കാൾ ഭേദം ശരീരം സുഖമാക്കി സ്വസ്ഥമാക്കി ഇരുത്തി എവിടെ ഇരുന്നാലാണോ പറ്റുന്നത്, ശാരീരിക്കണോ ശാരീരിക്കണം, ഇങ്ങനെ ഏത് ആസനം വേണോ അത് സ്വീകരിക്കണം. സുഖം ആസനം എന്നാണ്. എനിക്കിരിക്കാൻ പറ്റിയ സുഖമായ ആസനം എന്തോ അതാണ് സ്വീകരിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് ഒരു ആക്ഷേപവുമില്ല. ഇപ്പോഴും പേടിയാണ്, കസേര ഇരുന്ന് നാമം ചൊല്ലാമോ, കസേര ഇരുന്ന് ഭാഗവതം വായിക്കാമോ, തെറ്റല്ലേ? ഒന്നുമില്ല. ഇന്നടത്തിരിക്കണമെന്ന് ഭാഗവതം പറഞ്ഞില്ല. സുഖം ആസനം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എവിടെ ഇരുന്നാലാണോ സുഖം അവിടെ ഇരുന്നോളൂ. അതുകൊണ്ട് കൃത്വ ഉചിതാനി, ഉചിതങ്ങളായ വ്യാപാരങ്ങൾ ചെയ്യണം. നിനക്ക് യോജിക്കുന്ന മട്ടിലുള്ള തപസ്യ ചെയ്യാവൂ. ഉചിതങ്ങളായ വ്യാപാരങ്ങൾ മാത്രമേ ചെയ്യാവൂ. എന്താണ്? രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുളിക്കാം, ഒരു കുഴപ്പമില്ല. ഇനിയും അത് പറ്റാത്തവരോ കുളിക്കണ്ട. കുളിക്കാതെ എന്ത് ചെയ്യാം? അയ്യോ, കുളിക്കാതെ ജപിക്കാം. ഇതൊന്നും പറ്റില്ലെന്നല്ലേ നമ്മളെ വിചാരം. അതുകൊണ്ടാണ് ഉചിതാനി എന്ന് പ്രത്യേകം പറഞ്ഞതാണ്. കൃത്വാ ഉചിതാനി, ഉചിതമായ വ്യാപാരങ്ങൾക്ക് ചേർന്ന മട്ടിൽ. ഇപ്പം നിനക്ക് 3 സന്ധ്യയിലും കുളിക്കുക, സന്ധ്യാവന്ദനം ജപിക്കുക, ഇതൊക്കെ മാത്രമാണ് ഹരിഭജനത്തിന് അത്യാവശ്യം വേണ്ട. ഇതാണ് അതിന് ആവശ്യം വേണ്ട കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. ഇരിക്കാൻ സുഖമായ ആസനം, ഏതിലിരുന്നാലാണോ സുഖം അവിടെ ഇരുന്നോളൂ. അല്ലാണ്ട് ഒത്തിരി ആസനമുറകൾ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുണ്ട്. പാടുപെട്ട് കഷ്ടപ്പെട്ട് ഇതിലൊക്കെ ഇരുന്ന് ജപിക്കാവുന്നൊന്നുമില്ല. മത്സ്യാസനം വേണം എന്നൊക്കെ ഇനി ഞാനിതൊന്ന് പഠിച്ചുണ്ടാക്കി അതിനു വേണ്ടി പോവും. അത് പോവും, ജപമൊക്കെ പോവും. എന്ത് മതി? ആസനം മാത്രം മതി. അങ്ങനെ ആവാതിരിക്കാനാണ് സുഖമാസനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നീ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന സുഖകരമായ ഒരാസനത്തിൽ ഇരുന്നു കൊണ്ട് നിനക്കിഷ്ടമുള്ള നാമങ്ങളെ, നിനക്ക് യോഗ്യമായ നാമങ്ങളെ അനുസ്യൂതം ജപിച്ച് ഇത്ര മാത്രമേ ഇപ്പം ചെയ്യണം. ഒരു തപസ്സിൻ്റെ ചര്യ അത്ര സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു എന്നായിരുന്നു മഹർഷി. ഇതൊക്കെ നേരത്തെ അറിഞ്ഞെങ്കിൽ നമുക്കും കുറേയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇങ്ങനൊന്നും പറ്റില്ലല്ലോ, നമുക്കിങ്ങനെ പങ്കിടപ്പെടാം. സ്നാത്വാ അനുഭവനം തസ്മിൻ കാളിന്ത്യ ഫലിലേ ശിവേ കൃത്തോചിതാനിവസൻ ആത്മന കൽപ്പിതാഫനാം. കാളിന്ത്യാ തസ്മിൻ ശിവേ ഫലിലേ അനുഭവനം സ്നാത്വാ നിവസൻ ഉചിതാനി കൃത്വാ ആത്മന കൽപ്പിതാഫനഃ. സ്നാത്വാനുഭവനം തസ്മിൻ കാളിന്ത്യാ ഫലിലേ ശിവേ കൃത്തോചിതാനി നിവസൻ ആത്മന കൽപ്പിതാഫനാം.
സ്നാത്വാനുഭവനം തസ്മിൻ കാളിന്ദ്യാഫലിലേ ശിവേ കൃത്തോചിതാനി നിവസന്നാത്മന കൽപ്പിതാഫനാം പ്രാണായാമേന ത്രിവൃതാം പ്രാണേന്ദ്രിയമനോമലം ശനിർവിദഫ്യാഭിധ്യായൻ മനസാ ഗുരുണാ ഗുരും. പ്രാണായാമേന ഇനി ഒന്ന് മാത്രം ചെയ്താൽ മതി, പ്രാണായാമം മാത്രം. എന്താ പ്രാണായാമം? ശ്വാസത്തെ മുകളിലേക്കും താഴേക്കും വിടുക. അതില്ലാതെ പറ്റില്ല എല്ലാവർക്കും. അതില്ലാതെ ആർക്കും ഒരിടത്തും ഇരിക്കാൻ പറ്റില്ല. ആ ഇരിപ്പ്, ആ പ്രാണായാമത്തെ ഒന്ന് നിയന്ത്രിച്ച് വേണം എന്ന് മാത്രം. അതിന് ചില മാത്രകളും വ്യവസ്ഥകളും ഒക്കെ വെച്ച് ശ്വാസം പതുക്കെ മുകളിലേക്ക് എടുക്കുക, അവിടെ അല്പസമയം നിർത്തുക, പതുക്കെ താഴേക്ക്, ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. പ്രാണായാമേന എന്താ അവിടെ ത്രിവൃത, 3 വിധത്തിലുള്ള പ്രാണായാമം ഉണ്ടാകും. ഊരകം, രേചകം, കുംഭകം എന്ന് പ്രാണായാമത്തിന് 3 വഴികൾ ഉണ്ട്. ഇത് നാരദൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈ കുട്ടി അറിഞ്ഞെന്ന് വരില്ല, ഇതാ കേട്ടോളൂ. ഈ 3 മാർഗത്തിൽ കൂടിയാണ് ഉള്ള പ്രാണായാമം നീ നിരന്തരമായും അഭ്യസിക്കണം. എന്താ? ത്രിവൃത പ്രാണായാമേന പ്രാണ ഇന്ദ്രിയ മനോമലം, പ്രാണനിലും ഇന്ദ്രിയത്തിലും മനസ്സിലുമുള്ള മലത്തെ, മാലിന്യത്തെ, ശനൈഹി പതുക്കെ, വ്യുദഫ്യ നിരസിച്ചിട്ട്, മാറ്റിക്കളഞ്ഞിട്ട്, വ്യുദഫ്യ അഭിധ്യായേ ധ്യാനിക്കണം, മനസ്സുകൊണ്ട്, ഗുരും പൂജ്യനായ ഹരിയെ. ഗുരുണാമനഫ, ആദ്യത്തെ ഗുരു എന്ന് വെച്ചാൽ ദൃഢം എന്നുള്ള അർത്ഥത്തിലാണ്. ദൃഢമായ മനസ്സുകൊണ്ട്, ഗുരുണാമനഫ, ഗുരും, ഗുരുവായ മനസ്സ്. ലഘു ഗുരു എന്ന് പറയാറില്ലേ? ലഘു എന്ന് വെച്ചാൽ നിസ്സാരം, ചെറുത്. ഗുരുവോ അതല്ല, വലുത് എന്നർത്ഥം. അതാണ് ഇവിടെ ഗുരുണ എന്നുള്ളതിൻ്റെ അർത്ഥം. മറ്റേ ഗുരുവല്ല, അത് ഗുരും എന്നുള്ളത് അതാണ്. അപ്പൊ ഗുരുണ എങ്ങനെയുള്ള? മനസാ ഗുരുണ, ദൃഢമായ മനസ്സുകൊണ്ട്, ഗുരും അഭിധ്യായൻ, ഗുരുവായ പൂജ്യനായ ഹരിയെ തന്നെ ധ്യാനിക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് സുഖമായ ആസനത്തിലിരിക്കണം, 3 നേരം കുളിക്കണം, സന്ധ്യാവന്ദനം ചെയ്യണം. അത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു ആസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്യണം. അതിങ്ങനെ തന്നെ വേണം, 3 വിധത്തിൽ തന്നെ. പതുക്കെ പ്രാണനെ മുകളിലേക്ക് വലിച്ച് 1 നിമിഷം അവിടെ നിർത്തി പതുക്കെ താഴേക്ക് ഇടണം. അതുകൊണ്ട് പ്രാണനിലുള്ള മാലിന്യം മുഴുവൻ പോകും. പ്രാണനെ അതിൻ്റെ ഇഷ്ടത്തിനല്ല വിടുക. എൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുമ്പോൾ പ്രാണനിൽ കടന്നുകൂടിയിരിക്കുന്ന സകല മാലിന്യങ്ങളും പതുക്കെ ഇല്ലാണ്ടാകും. പ്രാണന്റെ മാലിന്യം ഇല്ലാണ്ടായാൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും മാലിന്യം തന്നെ ഇല്ലാണ്ടാകും. ഇതെല്ലാം അതിനെ കേന്ദ്രീകരിച്ചാൽ നിൽക്കുക, പ്രാണനെ കേന്ദ്രീകരിച്ചാൽ. അതുകൊണ്ട് പ്രാണന്റെയും മനസ്സിൻ്റെയും ദോഷത്തെ, മലത്തെ, ഇന്ദ്രിയങ്ങളുടെ മലത്തെയും വ്യുദഫ്യ ഇറക്കി വിട്ടതിന് ശേഷം നല്ല ബലിഷ്ഠമായ ദൃഢമായ മനസ്സുകൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനിച്ചു. അപ്പം തപസ്സിന് ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട പ്രാണായാമമാണ്. അത് വിധി പോലെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മനസ്സിലും ഇന്ദ്രിയത്തിലും പ്രാണനിലും ഒക്കെ കടന്നുകൂടിയിരിക്കുന്ന മാലിന്യം ഇഷ്ടംപോലെ ഉണ്ടാകും. മാലിന്യം
ഇല്ലേ? പ്രാണനിൽ മാലിന്യം ഇഷ്ടം പോലെ, മനസ്സിൽ എണ്ണാനാവാത്ത പോലെ, സങ്കല്പിക്കാനാവാത്ത പോലെ മാലിന്യമാണ്. ഇന്ദ്രിയങ്ങൾ അതേപോലെ തന്നെയുള്ള മാലിന്യം ഇന്ദ്രിയങ്ങളിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഹരിയെ ധ്യാനിക്കാൻ പറ്റില്ല. മനസ്സ് പരിശുദ്ധമാകണമെന്നാണ്, അതിനാണ് നാമജലം. കുറേ സമയം നിരന്തരമായി നാമം ഉച്ചരിച്ചാൽ എന്താകും? പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ് ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായാലേ ഭഗവത് സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാണായാമം കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെയും അതേപോലെ പ്രാണനെയും പരിശുദ്ധമാക്കി അതിൻ്റെ മാലിന്യത്തെ മാറ്റി ബലിഷ്ഠമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിക്കുക തന്നെ ചെയ്യണം. പ്രാണായാമേന തൃതാം പ്രാണേന്ദ്രിയമനോബലം ശനിർവിദഫ്യാഭിധ്യായൻ മനസാ ഗുരുണാ ഗുരും. ത്രിവൃത പ്രാണായാമേന പ്രാണേന്ദ്രിയമനോ മലം ശനൈഃ വ്യുദഫ്യ ഗുരുണാ മനസാ ഗുരും അഭിധ്യായേത്. പ്രാണായാമേന ത്രിവൃതാം പ്രാണേന്ദ്രിയമനോമലം ശനിർവിദഫ്യാഭിധ്യായൻ മനസാ ഗുരുണാ ഗുരും. പ്രാണായാമേന ത്രിവൃതാം പ്രാണേന്ദ്രിയമനോബലം ശനിർവിദഫ്യാഭിധ്യായൻ മനസാ ഗുരുണാ ഗുരും. പ്രാസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനക്ഷണം സുനാഭം സുഭ്രുവം ചാരുകപോലം സുരസുന്ദരം. പ്രസാദ അഭിമുഖം, പ്രസാദിക്കാനായിക്കൊണ്ട് മുഖത്തെ പാകപ്പെടുത്തിയവൻ, പ്രസാദ അഭിമുഖം. തൻ്റെ മനസ്സ് ധ്യാനിക്കാനിരിക്കുന്ന ഒരാളുടെ മനസ്സിനെ കുറിച്ച് ആദ്യം പറയാം. താൻ ആരെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ധ്യേയ വസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് അതിന് നേരെ ആവണം. ആരെയാണ് ധ്യാനിക്കാൻ പോയിരിക്കുക? ലൗകിക വിഷയങ്ങളല്ലല്ലോ, ഭക്ഷണമല്ലല്ലോ, ഇഷ്ടപ്പെട്ട ആൾക്കാരെ അല്ലല്ലോ, പിന്നെ ആരെയാണ്? ഭഗവാനെ. അങ്ങനെ ധ്യാനിക്കാൻ ചെന്നിരിക്കുമ്പോൾ തൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാന്റെ നേരെ ആയിരിക്കണം, മറ്റിടത്തേക്ക് പോകരുത്. പ്രാസാദാഭിമുഖം ശശ്വത്, എല്ലായ്പ്പോഴും. പ്രസന്നവദനക്ഷണം, നല്ല പ്രസന്നമായ മുഖം, പ്രസന്നമായ നോട്ടം, കണ്ണ്. ഇത് രണ്ടും ഏറ്റവും പ്രസന്നമായിരിക്കണം, വിടർന്നതായിരിക്കണം. അത് കാണുന്നവർക്ക് അതുകൊണ്ട് ഒരു സുഖം ഉണ്ടാകണം. പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നവദനക്ഷണം സുനാഭം, സുന്ദരമായ മൂക്ക്, സുഭ്രുവം, മനോഹരമായ പുരുവായ പുരികക്കുടികൾ, ചാരുകപോലം, സുന്ദരമായ കവിൾത്തളം, പുരസുന്ദരം, ദേവന്മാരെക്കാൾ സുന്ദരൻ. പുരന്മാരെക്കാൾ സുന്ദരമായത് പുരസുന്ദരം. ഈ സുഖാസനത്തിൽ ഇരുന്ന് പ്രാണായാമം ചെയ്ത് മനസ്സിൽ ആരെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്വരൂപത്തെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട്, അത് ഉള്ളിൽ ഉറപ്പിച്ചാൽ പിന്നെ മുഖം നല്ല പ്രസന്നമായിരിക്കും, കണ്ണ് തെളിഞ്ഞു വരും. സുന്ദരമായ മൂക്ക്, നല്ല പുരികക്കുടികൾ, സുന്ദരമായ കപോലം, ദേവന്മാരെക്കാൾ സുന്ദരമായ മുഖം.
ഇതാണ് ധ്രുവന്റെ ഇപ്പോഴത്തെ സ്വരൂപത്തെ നാരദൻ ഉപദേശിച്ചു കൊടുത്ത്. നോക്കൂ, ഉപദേശം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല നമ്മൾ വിചാരിച്ചത്. യോഗ്യത അനുസരിച്ച് ഇതൊക്കെ മാത്രമാണ് ആദ്യം ഉപദേശിക്കേണ്ടത്. പ്രഭാതാഭിമുഖം ശശ്വത് പ്രസന്നവദനക്ഷണം സുനാഭം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം. ഒരു 7 ശ്ലോകം ഒന്നിച്ചാണ് നമുക്ക് അർത്ഥം പറഞ്ഞു പോകേണ്ടത്. ഒന്നിച്ചായാൽ വിഷമമാകുമെന്ന് കരുതി ഞാൻ ഓരോന്നെടുത്ത് പറയുകയാണ്. അന്വയം പറയുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറയുന്നതാണ് ഭംഗി. കാരണം ഒരിടത്തെ ചേർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അന്വയം ഒന്നിച്ച് പറയാം. ഇപ്പം ഞാൻ അർത്ഥം മാത്രം പറഞ്ഞു വിടുന്നത് മാത്രമേ. തരുണം രമണീയംഗം അരുണോഷ്ടേക്ഷണാധരം പ്രണത ആശ്രയണം നമ്രം ശരണ്യം കരുണാർണവം. തരുണം, താരുണ്യത്തെ പ്രാപിക്കാനാകുന്ന ഇവൻ. രമണീയംഗം, സുന്ദരമായ ശരീരം. അരുണ ഓഷ്ട ഈക്ഷണ അധരം, അരുണമായ ചുവന്ന ഓഷ്ടങ്ങൾ, ചുണ്ടുകൾ. അരുണങ്ങളായ ചുണ്ട്, അധരം കീഴ്ചുണ്ട, ഓഷ്ടം മേൽചുണ്ടുക. രമണീയാംഗം അരുണോഷ്ട ഈക്ഷണാധരം. അരുണമായ ഓഷ്ടത്തിൽ കൂടി താഴേക്ക് നോക്കിയ നോട്ടം അധരത്തിൽ വന്നിക്കും. ഈ രണ്ട് കണ്ണുകളും താഴേക്ക് നോക്കണം. മൂക്കിന്റെ ഭാഗത്തേക്ക് നോക്കി വരണം. നോക്കി വരുമ്പോൾ ആ കണ്ണിന്റെ ദൃഷ്ടി മേൽചുണ്ടിലെ ചുവപ്പിൽ തട്ടി കീഴ്ചുണ്ടിലെ ചുവപ്പിൽ വന്ന് അവിടെ നിൽക്കും. ഇതാണ് നോട്ടത്തിന്റെ വഴി എന്നത്. തപസ്സിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഈക്ഷണം. കണ്ണ് എങ്ങനെയുള്ളതാവണം. പിന്നെയോ പ്രണത ആശ്രയണം. നമസ്കരിക്കുന്നവർക്ക്, പ്രണതന്മാർക്ക് ആശ്രയഭൂതനും നിർമ്മണം, സുഖം നൽകുന്നവൻ. നിർമ്മണം, ശരണ്യം, ആശ്രയം നൽകുന്നവൻ. കരുണാർണവം, കാരുണ്യക്കടൽ. ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. പ്രണതാശ്രയണം, നമ്രം, ശരണ്യം, കരുണാർണവം, ശ്രീവത്സംഗം. ശ്രീവത്സം പതിച്ചിരിക്കുന്ന ശരീരം. ഘനശ്യാമം, മേഘവർണം. പുരുഷം, എല്ലാ പുഴകളിലും ശയിക്കുന്ന ശക്തിസ്വരൂപൻ. വനമാലിനം, വനമാല ധരിച്ചവൻ. ശംഖചക്രഗദാ പത്മൈഹി അഭിവ്യക്ത ചതുർഭുജം. ശംഖുചക്രഗദാപത്മങ്ങളാൽ വ്യക്തമായി കാണാവുന്ന 4 കയ്യുകൾ. കിരീടിനം കുണ്ടലിനം, കിരീടം ധരിച്ചവൻ, കുണ്ടലം ധരിച്ചവൻ. കേയൂര വലയാന്വിതം, കേയൂരം തോൾവള, വലയം കൈവള. ഇവയോട് ചേർന്ന് കൗസ്തുഭാഭരണഗ്രീവം, കൗസ്തുഭമെന്ന ആഭരണം കൊണ്ട് ശോഭിക്കുന്ന കഴുത്ത്. പീതകൗശേയവാസും, മഞ്ഞപ്പട്ടുടുത്തത്. കാഞ്ചി കലാപവ്യത്യസ്തം, അരഞ്ഞാണക്കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ലഫൽ കാഞ്ചനനൂപുരം. കാഞ്ച് വർണ്ണനിർമ്മിതമായ പാദസരങ്ങളോടുകൂടി. ദർശനീയതമം, കാണാൻ ഏറ്റവും സുന്ദരമായ. ശാന്തം, മനോനയനവർദ്ധനം, മനസ്സിനും കണ്ണിനും
ശാന്തത വർദ്ധിപ്പിക്കുന്ന ഈ ഭഗവത് സ്വരൂപത്തെ എങ്ങനെയുള്ള ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത് എന്നാണെങ്കിൽ ഈ വർണ്ണിച്ചതുപോലെയുള്ള ഭഗവാൻ കൊണ്ട് ഭഗവത് സ്വരൂപത്തെ ഒന്ന് വർണ്ണിച്ച് കാണിച്ചതാണ്. അതുകൊണ്ട് തീർന്നില്ല. പദ്ഭ്യാം നഖമണിശ്രേണ്യാം വിലസഭ്യം സമർച്ചതാം ഹൃത്പത്മകർണികാധിഷ്ണ്യം ആക്രമ്യ ആത്മന്യവസ്ഥിതം. പദ്ഭ്യാം പദങ്ങൾ കൊണ്ട്, രണ്ട് കാലുകൾ കൊണ്ട്, ഹൃത്പത്മകർണികാധിഷ്ണ്യം ഹൃദയമാകുന്ന താമരപ്പൂവിന്റെ കർണികയിൽ ഇരിക്കുന്ന പദ്ഭ്യാം ഹൃത്പത്മകർണികാധിഷ്ണ്യം ആക്രമ്യ അതിനെ അതിക്രമിച്ചിട്ട് ആത്മനി തന്നിൽ അവസ്ഥിതം ഇരിക്കുന്ന സ്മയമാനം അഭിധ്യായ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വരൂപത്തെ ധ്യാനിക്കണം. ഭാനുരാഗാവലോകനം അനുരാഗത്തോടെയുള്ള നോട്ടം. നിയതേന ഏകഭൂതേന മനസ വരദർഷഭം നിശ്ചയമായും ഏകാത്മമായ മനസ്സുകൊണ്ട് വരദർഷഭനായ ഭഗവാനെ ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതിന് ഭഗവത് സ്വരൂപത്തെ ഒന്ന് വർണ്ണിച്ച് കേൾപ്പിച്ചതാണ്. നമ്മുടെ സമയം ആയത് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അന്വയം പറയുമ്പോൾ അന്വയവും അർത്ഥവും ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് ഒന്നുകൂടി വായിച്ച് അത് സമർപ്പിക്കാം. ഇപ്പോൾ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉപസംഹരിച്ചതിന് ശേഷം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.